വിശദമായ വാർത്തകളിലേക്ക്. തിരുപ്പതി ലഡ്ഡു വിവാദത്തിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം ശരിവെച്ച് പരിശോധനാഫലം. ലഡ്ഡു നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിലുള്ള ലാബിലെ പരിശോധനാഫലമാണ് പുറത്തുവന്നത്. കെ വി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, നേരത്തെ വളരെ വലിയ തോതിൽ ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ച വിഷയമായിരുന്നു ഇത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ചർച്ചയുമായിട്ടുള്ളതാണ്. എപ്പോഴാണ് ഈ പരിശോധനാഫലം പുറത്തു വന്നത്? അത് വലിയ പ്രതിഷേധങ്ങൾക്കും ഒക്കെ കാരണമാകാവുന്ന ഒരു കണ്ടെത്തൽ കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ദിവിഷ്, ഇത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിലുള്ള കാഫ് എന്നുള്ള ലാബിന്റെ കീഴിലുള്ള പരിശോധനാ ഫലമാണ് പുറത്തു വന്നത്. ഏതായാലും ഇന്നലെയാണ് ഇത് സംബന്ധിച്ചൊരു ആരോപണം ചന്ദ്രബാബു നായിഡുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് YSRCP ഗവൺമെന്റിന്റെ കാലത്ത് തിരുപ്പതിയിൽ ഉപയോഗിച്ച പ്രസാദത്തിന് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഇതിനെ തള്ളിക്കൊണ്ട് YSRCP രംഗത്ത് വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിന്റെ പരിശോധനാ ഫലമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഫിഷ് ഓയിൽ, അതുപോലെ തന്നെ ബീഫ് നെയ്യ്, അതുപോലെ തന്നെ പന്നിയുടെ കൊഴുപ്പ്, ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള പരിശോധനാ ഫലമാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ നന്ദിനി, കർണാടക മിൽക്ക് ഫെഡറേഷനായ നന്ദിനി നെയ്യാണ് ഈ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് മാറ്റുന്ന സ്ഥിതിയിലേക്ക് ബോംബെ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിക്ക് കൈമാറുന്ന രീതിയിലേക്കൊക്കെ വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ TDP സർക്കാർ വന്നതിന് തൊട്ട് പിന്നാലെയാണ് വീണ്ടും നന്ദിനിക്ക് ആ കരാർ നൽകിയത്. നിലവിൽ ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മലയാളികൾക്ക് ശബരിമല എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തെലുങ്ക് ദേശത്തുള്ള ആളുകൾക്ക്, തെലുങ്ക് ദേശമല്ല ദക്ഷിണേന്ത്യയിൽ ഭാഗത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ തിരുപ്പതി എന്നുള്ളത്. അവിടുത്തെ പ്രസാദത്തിലാണ് ഇത്തരത്തിൽ മൃഗക്കൊഴുപ്പ് ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന ആരോപണത്തിന് പിന്നാലെ ആ ആരോപണം ശരിവെക്കുന്ന പരിശോധനാ ഫലവും പുറത്തു വന്നിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവാണ് ഇത് വലിയ തോതിൽ ഉന്നയിച്ചത്. അതിൽ പരിശോധനാ ഫലം ഇപ്പോൾ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചു എന്നാണ് വ്യക്തമായിരിക്കുന്നത്.